എന്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിലൂടെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ? ആലോചിക്കണം. മുസ്ലിമായി മരിക്കേണ്ടതില്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം ലഭിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ്, അല്ലാഹുവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം നീ എനിക്ക് നൽകിയതാണല്ലോ, എന്നാൽ ഈ അനുഗ്രഹങ്ങളിലൊന്നും ഞാൻ തൃപ്തനല്ല നാഥാ. മരിക്കുന്ന സമയത്തൊരു മുസ്ലിമായി മരിക്കാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ റബ്ബേ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിച്ചുകൊണ്ട് സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നാമും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നാം കൊണ്ടുവരണം. എന്നും നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളിൽ പുരോഗമനമില്ല. ചെയ്യുന്ന അമലുകളിൽ ദിവസം തോറും കുറഞ്ഞു വരികയാ. ആദ്യം ഖുർആൻ പാരായണം ചെയ്തിരുന്നവർ ഇന്ന് ഖുർആൻ പാരായണമില്ല. ആദ്യ സുന്നത്ത് നമസ്കരിച്ചവരായിരുന്നു, ഇന്ന് സുന്നത്ത് നമസ്കാരമില്ല. ദിക്റുകളും ദുആകളും ജീവിതത്തിൽ പതിവായി കൊണ്ട് നടന്നിരുന്ന ആളുകളാ. എന്നാൽ ഇന്ന് ജീവിതത്തിൽ അത്തരം സൽക്കർമ്മങ്ങളൊന്നുമില്ല. ചെയ്യുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോവുകയല്ലാതെ പുതിയൊരു കർമ്മം ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മാറണം. കേവലം ഒരു മുസ്ലിം നാമം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു മുസ്ലിമായി മരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മുഹമ്മദ് എന്നൊരു പേരുണ്ട്, ആയിഷ എന്നൊരു പേരുണ്ട്, ഖദീജ എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, മുസ്ലിം നാമം നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ടിക്കറ്റ് അല്ല എന്ന് നാം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം നാമധാരികളായി പലരും നമ്മുടെ സമുദായത്തിലുണ്ട്. എന്നാൽ ആരാണ് യഥാർത്ഥ മുസ്ലിം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ നഹൈതുകും അൻഹു ഫജ്തനിബു വമാ അമർതുകും ബിഹി ഫഫ്അലു മിൻഹു മസ്തതഅതും. ഞാനൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിർത്താൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നിർവഹിക്കുന്നവരാരോ അവരാണ് മുസ്ലിം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഒന്നുകൂടെ സൂക്ഷ്മത കൊണ്ടുവന്ന് കൃത്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ അത് കുറച്ചാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വലനബ്ലുവന്നകും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യന്റെ ജീവിതവും മരണവും എന്തിനാണ് റബ്ബ് കൊണ്ടുവന്നത്? എന്തിനാണ് ഈ ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം എന്താ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആലോചിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം? അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരാണ് നിർവഹിക്കുന്നത് എന്ന് നോക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇതൊരു കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിൽ നാം ഈ ദുനിയാവിൽ വെച്ച് വിളവിറക്കിയാലേ നാളെ പരലോകത്ത് വെച്ച് നമുക്കത് കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കൃഷിയിടത്തിൽ വിളവിറക്കാതെ നമുക്ക് തോന്നിയതുപോലെ നാം ജീവിച്ചങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ നാളെ പരലോകത്തെത്തിയിട്ട് ഖേദിച്ചിട്ട് കാര്യമുണ്ടാകില്ല എന്ന് നാം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് കുറച്ചാണെങ്കിലും ശരി, കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം,
എത്രമാത്രം കണിശത കാണിക്കുന്നുണ്ട് എന്ന് നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക സ്വലാ. ഒരു കാഫിറും ഒരു മുശ്രിക്കും അതുപോലെ തന്നെ ഒരു മുസ്ലിമും തമ്മിലുള്ള വേർതിരിവ് എന്തിന്റെ പേരില? നമസ്കാരത്തിന്റെ പേരില. ഒരാൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ മനഃപൂർവ്വം അവന്റെ ജീവിതത്തിൽ നിന്ന് നമസ്കാരം അവൻ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിമായി മരിക്കാൻ അവന് സാധിക്കൂല. ഇന്ന് ളുഹർ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അസർ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, അവൻ അസർ നമസ്കരിക്കുന്നില്ല. മഗ്രിബാകുന്നതിന്റെ മുമ്പ് അവൻ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിമുകളുടെ പേരിൽ നാമം ചേർക്കുന്നിടത്ത് അവന്റെ നാമം നമുക്ക് കാണാൻ സാധിക്കില്ല. അവന് കാഫിറായി മുശ്രിക്കായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമസ്കാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഒരു കൊട്ടാരത്തിൽ ഒരു ജയിലിൽ വ്യക്തിയെ ഇടുകയാണ് എന്തോ ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ. എന്നാൽ അവൻ ആ ജയിലിലായിരിക്കുന്ന സമയത്ത് അവനോട് പറയുന്നുണ്ട്, ഈ ജയിലിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയത്ത്, ഇത്ര വർഷം കഴിഞ്ഞ് നിനക്ക് മോചനം ലഭിക്കുമ്പോൾ കൃത്യമായി നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് കൃത്യമായി നിനക്ക് മറുപടി ഇല്ല എങ്കിൽ, അതിന് നീ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് അവനോട് മുന്നറിയിപ്പ് നൽകുകയും, എന്നിട്ടും അവൻ അവന്റെ ജീവിതത്തിൽ കൃത്യതയില്ലാതെ, അവൻ ആ ചോദ്യത്തിന് ഉത്തരം പഠിക്കാതെ അതിനനുസൃതമായ ഒരു ജീവിതം മുന്നോട്ട് കാഴ്ചവെച്ചിട്ടില്ല എങ്കിൽ അവനെ കുറിച്ച് നാം എന്ത് പറയും? വിഡ്ഢി എന്നല്ലാതെ എന്താണ് അവനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കുക? ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകം കഴിഞ്ഞ് നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ആദ്യമായി ഒരു വിശ്വാസിയോടും വിശ്വാസിനിയോടും ചോദിക്കുന്ന ചോദ്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാ. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ കാണിക്കുന്നവനാണോ? അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അവിടെ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യമായി നിന്നോട് ചോദിക്കുന്നത്. റബ്ബ് നിനക്ക് നമസ്കാരത്തിന്റെ ഗൗരവം പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നതല്ലേ? എന്നിട്ടും നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിന് നീ കണിശത കാണിച്ചിരുന്നോ? പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലികൾ നമ്മുടെ കർണപടത്തിൽ വന്ന് തട്ടുമ്പോൾ എന്നെയാണല്ലോ വിളിക്കുന്നത് എന്നോർത്ത് നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമസ്കാരത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഫൈദാ ഖദൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബികും ഫൈദാ തമഅനതും ഫഅഖീമുസ് സ്വലാ ഇന്നസ് സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. കൃത്യമായി സമയബന്ധിതമായി 5 വക്ത് നമസ്കാരം മനുഷ്യ നിനക്ക് ലോകത്തിന്റെ സെട്ടാവ് നിർബന്ധമാക്കിയതല്ലേ? എന്നിട്ടും ജീവിതത്തിൽ അലംഭാവം കാണിക്കുകയാണ്. ളുഹർ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളിൽ പലരും പല തിരക്കുകളിലുമായിരിക്കും. സ്ത്രീകൾ പ്രത്യേകിച്ചും പാചകവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിന്റെ ആവശ്യങ്ങൾക്കുള്ള തിരക്കുകളിലായിരിക്കും. എന്നിട്ട് നമസ്കാരം അങ്ങ് നീട്ടിവെച്ച് അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വുളുവെടുത്ത് ളുഹർ നമസ്കരിച്ച് ആ പായലിരുന്നു കൊണ്ട് തന്നെ അസർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് അസർ നമസ്കരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ആലോചിക്കുക. നമുക്ക് ദുനിയാവാണോ ആഖിറമാണോ വലുത്? ദുനിയാവാണോ ആഖിറമാണോ വലുത്? ഇതേ വ്യക്തി തന്നെ റമളാൻ വന്നാൽ നമസ്കരിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ ഈമാനിനെ കുറിച്ചൊന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഈമാനിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അസർ നമസ്കരിക്കുന്നതിന് വേണ്ടി, അസർ ബാങ്കിന് വേണ്ടി നാം നീട്ടിവെച്ച് അങ്ങനെ നമസ്കരിക്കാൻ കഴിയാതെ റബ്ബ് എപ്പോ റൂഹ് പിടിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങ് നമസ്കരിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിമായി നമുക്ക് മരിക്കാൻ സാധിക്കൂല. എന്ത് തിരക്കുണ്ടോ? പാകം ചെയ്യുകയാണെങ്കിലും അടുപ്പ് ഓഫ് ചെയ്ത് നമസ്കരിച്ചിട്ട് എന്തായാലും ജീവിതത്തിൽ നാം നമസ്കരിക്കണം. ളുഹർ നമസ്കരിക്കണം, അസ്ർ നമസ്കരിക്കണം, നിർബന്ധമാണ്. അത് ബാങ്ക് വിളിച്ച ഉടനെ നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച്
റബ്ബാണ് എന്നെ വിളിക്കുന്നത്, ലോകത്തിന്റെ സട്ടാവിങ്കിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത്. അത് കേവലം ഏതോ ആളുകൾ വിളിക്കുന്നതല്ല, എന്നെ എന്റെ റബ്ബ് വിളിക്കുകയാണെന്നൊരു ബോധ്യത്തോടുകൂടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമസ്കാരത്തിലേക്ക് ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും നാം വ്യാപൃതനാവും, എല്ലാ കാര്യങ്ങളും നാം ചെയ്യും. എന്നാൽ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ചില പ്രയാസങ്ങളാണ്. എത്ര മണിക്കൂർ നിന്ന് പാകം ചെയ്യാനും നമുക്ക് പറ്റും, എത്ര മണിക്കൂർ നിന്ന് ജോലി ചെയ്യാനും നമുക്ക് സാധിക്കും, എന്ത് തിരക്കുകളാണെങ്കിലും നമുക്ക് നിന്ന് നിർവഹിക്കാൻ സാധിക്കും. എന്നാൽ റബ്ബിന് വേണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് പറയുമ്പോൾ പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലൂടെ പറയുന്നുണ്ട്, നമസ്കാരം പ്രയാസമായി തോന്നുന്ന ചില ആളുകളുണ്ട്. സുബഹിക്ക് പള്ളിയിൽ വരൂല, സുബഹിക്ക് 5:30 ബാങ്ക് വിളിക്കുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ വരാൻ അവന് പ്രയാസമാണ്. അപ്പൊ തണുപ്പായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേ 5:30 എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് നാം സന്നദ്ധമാകും. വേറെ എന്തെങ്കിലും ശാരീരികമായി ജിമ്മിലേക്കോ മറ്റ് എക്സസൈസിനോ വേണ്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ സമയം നമുക്കൊരു പ്രശ്നമായി തീരുന്നില്ല. ആർക്കാണ് പ്രിയമുള്ളവരെ നമസ്കാരം പ്രയാസമായി തീരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂഇല്ലാതെ, ഭയഭക്തിയില്ലാതെ നമസ്കരിക്കുന്നവർക്കാണ് നമസ്കാരം പ്രയാസമായി തീരുന്നത്. അവൻ റബ്ബിന് വേണ്ടിയല്ല നമസ്കരിക്കുന്നത്. നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് അവന്റെ മനസ്സ് വീട്ടിലാണ്, മക്കളുടെ കൂടെയാണ്, ജോലി സ്ഥലത്താ, പാകം ചെയ്യുന്ന കാര്യങ്ങളിലാ. അവന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ അവന് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അവർക്ക് നമസ്കാരം അത് പ്രയാസമായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖുശൂഅോടുകൂടെ, ഭയഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലാതെ ആളുകളെ കാണിക്കാനല്ല. ഇന്ന് ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ അയൽവാസി എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ എന്റെ സഹോദരനോട് ചോദിക്കും, എവിടെയിരുന്നെന്ന് കണ്ടില്ലല്ലോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുമോ എന്ന് ഭയപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ചെന്നില്ലെങ്കിൽ നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ഒരു ബോധ്യമാണ് പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് നമ്മെ നടത്തുന്നതെങ്കിൽ ആലോചിക്കുക, അത്തരം നമസ്കാരക്കാരുടെ നമസ്കാരം റബ്ബിന് വേണ്ട. സൂറത്തുൽ മാഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കാരക്കാർക്ക് നാശമാണ്. അവർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ റബ്ബിന്റെ നരകത്തിലാണ് അവർ ചെന്ന് പതിക്കുന്നത്. അത്തരം നമസ്കാരക്കാർക്ക് നാശമാണ്. ആരാണ് അവരെന്നറിയുവോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുന്നവരാ. നമസ്കരിക്കുന്ന സമയത്ത് ചിന്തകൾ പലയിടങ്ങളിലാണ്. റബ്ബിനെ കുറിച്ചൊന്ന് ഓർത്തുകൊണ്ട്, പരലോകത്തെ കുറിച്ചൊന്ന് ഓർത്തുകൊണ്ട്, ചെയ്തു പോയ പാപങ്ങൾക്കാണല്ലോ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതെന്നൊരു ബോധ്യമില്ലാതെ തോന്നിയതുപോലെ നമസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാശമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലദീന ഹും യുറാഊൻ. അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവരാ. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവരാ. ആലോചിക്കണം, റബ്ബിന് നമ്മുടെ നമസ്കാരം ആവശ്യമില്ല, റബ്ബ് സ്വീകരിക്കൂല. എത്രത്തോളം എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഈ സമുദായത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബത്തിനോട് ചോദിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ് അതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ശിർകുൽ അസ്ഗർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വ്യക്തി നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചൊരു വ്യക്തി ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അത്രയും സമയം അശ്രദ്ധമായി നമസ്കരിച്ചിരുന്ന ഒരു വ്യക്തി ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ നമസ്കാരം എന്ന് ഖുശൂ ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് അവൻ റബ്ബിനെ കുറിച്ചുള്ള ബോധം മറന്ന് മറ്റുള്ളവനെ പേടിച്ചുകൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നത്. അതാണ് ശിർകുൽ അസ്ഗർ, അതാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഈ സമുദായത്തിൽ ഞാൻ ഭയക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആലോചിക്കുക, എന്റെ നമസ്കാരം നമസ്കരിക്കുന്ന സമയത്ത് ഒരു കൊതുക് മുന്നിലൂടെ പോയ നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റും.
നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റും. അത്ര ഖുശൂഅേ നമുക്കുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു വ്യക്തി വന്ന് പ്രവാചകനോട് പറഞ്ഞു, അല്ലിംനി വഔജിസ്, നബിയെ എനിക്ക് ചില കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു തരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്, ഇദാ ഖുംത ഫിസ്സലാത്തി ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നമസ്കരിക്കുകയാണെങ്കിൽ വിടവാങ്ങുന്നവന്റെ നമസ്കാരം നീ നിർവഹിക്കണം. ഇത് നിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് അസർ നമസ്കരിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ, ഇതെന്റെ അവസാന നമസ്കാരമാണ്, അടുത്തൊരു മഗ്രിബിന് എനിക്ക് പള്ളിയിൽ ചെന്നോ അതുപോലെ തന്നെ വീട്ടിൽ വെച്ചുകൊണ്ടോ മഗ്രിബ് നമസ്കരിക്കാൻ സാധിക്കുമോ എന്ന് ഒരിക്കലെങ്കിലും നാം ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കി. ഈ അസർ നമസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഈ ദുനിയാവിലെ അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിച്ചത് എന്ന് ഒരാൾക്കെങ്കിലും ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാ. അപ്പോഴേ നമുക്ക് ഭയഭക്തി ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിയുന്നതിന്റെ മുമ്പ് ഒന്ന് വേഗം നമസ്കാരം എന്ന ബാധ്യത നിർവഹിക്കാലോ എന്ന് വിചാരിച്ച് വേഗം പോയി കൈകെട്ടും. എന്നാൽ അവന്റെ ചിന്ത മുഴുവൻ അവന്റെ ജോലി തിരക്കിലായിരിക്കും, മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അവന് സ്വർഗം ലഭിക്കുന്നതിന് പകരം നാളെ നരകത്തിലേക്ക് എത്തേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം ഇത്രയും കാലം ഞാൻ നമസ്കരിച്ചത് ഗഫ്ലത്തിലായിട്ടാണ്, അശ്രദ്ധയിലൂടെയാണ് ഞാൻ നമസ്കരിച്ചത് എങ്കിൽ ഇനി മുതൽ, ഇന്ന് മഗ്രിബ് മുതൽ ഒരിക്കലും നീട്ടിവെക്കരുത്. നാളെ മുതൽ നന്നാകാൻ എന്ന് പറഞ്ഞ് ഒരിക്കലും നീട്ടിവെക്കരുത്. ഇന്ന് മഗ്രിബ് മുതൽ എന്റെ നമസ്കാരം പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആലോചിക്കുക. ഇതെന്റെ അവസാന നമസ്കാരമാണ്. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടത്, ഇത് എന്റെ അവസാന നമസ്കാരമാണ്, ഇനി എനിക്കടുത്തൊരു നമസ്കാരമില്ല എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായി കൊണ്ടു നടക്കേണ്ട മറ്റൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അവന് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു കടയിൽ നിന്ന് നാം എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കാറ്റലോഗ് നൽകും. ഏത് രൂപത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഏതെല്ലാം രൂപത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഈ രൂപത്തിലെല്ലാം ഉപയോഗിച്ചാൽ ഇതിന് കൂടുതൽ കാലം ഈട് നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകുമെന്നിങ്ങനെ തുടങ്ങി കൃത്യമായി അതിന്റെ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കുന്ന ഒരു കാറ്റലോഗ് നമ്മുടെ കൈകളിൽ നൽകും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞയച്ച് തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ദുനിയാവിലൂടെ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ പഠനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. പലതും നാം പഠിക്കാറുണ്ട്, ഭൗതികമായി പല പഠനങ്ങളും നാം പഠിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. ഇന്ന് അസർ നമസ്കാരത്തിൽ പോലും ഞാൻ നിർവഹിച്ച സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ ചുരുങ്ങിയത് ഒരു ദിവസം 17 തവണയെങ്കിലും ചുരുങ്ങിയത് ഫർദ് നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം എനിക്കറിയുമോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുക, സ്വന്തം ആലോചിക്കുക. മറ്റുള്ളവരുടെ കാര്യം നാം ആലോചിക്കേണ്ട, മറ്റുള്ളവരുടെ കാര്യം നാം ചിന്തിക്കേണ്ട. ഓന് ഫാത്തിഹയുടെ അർത്ഥം അറിയില്ലല്ലോ എന്ന് നാം ആലോചിക്കേണ്ട, എനിക്കറിയുമോ എന്ന് സ്വന്തത്തോട് ഞാൻ ചോദിക്കുക. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസർ, അതിന്റെ അർത്ഥം കൃത്യമായി പദാനുപദം അർത്ഥം എനിക്കറിയുമോ എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുക. ആഖിറത്തിന്റെ കാര്യത്തിൽ നാം അലംഭാവം കാണിച്ചാൽ നാളെ പരലോകത്ത് റബ്ബ് നമ്മെ പിടിക്കും. റമളാൻ വരുമ്പോൾ റമളാനിൽ മാത്രം എടുത്തോതേണ്ടുന്ന ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ജീവിതത്തിൽ ഓരോ ദിവസവും കൃത്യമായി പാരായണം ചെയ്യണം, പഠിക്കണം. എത്ര മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ? ഒരുപാട് സമ്പത്തുള്ളവരെന്നല്ല പറഞ്ഞത്,
ഒരുപാട് സമ്പാദ്യമുള്ളവരെന്നല്ല പറഞ്ഞത്, ഒരുപാട് മക്കളുള്ളവർ, അങ്ങനെ ആസ്തിയുള്ളവരെന്നല്ല പറഞ്ഞത്, ദുനിയാവിന്റെ ഉന്നതമായ തസ്തികളിലെത്തിയവരെന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, QHLS നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഖുതുബകൾ നടക്കുമ്പോൾ അതിൽ ചെന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ നാം സന്നദ്ധരായിട്ടുണ്ടോ? എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. കല്യാണത്തിന് സമയമുണ്ട്, വീടിരിക്കലിന് സമയമുണ്ട്. ഇങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കെല്ലാം ജീവിതത്തിൽ സമയം മാറ്റിവെക്കുന്നവരാ. എന്നാൽ നാളെ പരലോകത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമസ്സലാത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും യർജൂന തിജാറതൻ ലൻ തബൂർ. ഏതൊരു കച്ചവടം ചെയ്യുമ്പോഴും ലാഭം മാത്രം ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? ആരാണ് കച്ചവടത്തിലൂടെ നഷ്ടം ആഗ്രഹിക്കുന്നത്? അങ്ങനെ കച്ചവടം ചെയ്യുന്ന, ലാഭം മാത്രം ലഭിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ലോകത്തിന്റെ സട്ടാവ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി എണ്ണിയത് എന്തെന്നറിയുവോ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് ജീവിതത്തിലൂടെ പാരായണം ചെയ്യുന്നവരെന്നാ. ഒരിക്കലും നഷ്ടം വരികയില്ല, ഒരിക്കലും നഷ്ടം ജീവിതത്തിലൂടെ വരില്ല. നാളെ പരലോകത്ത് ഖുർആൻ ഇങ്ങനെ കടന്നു വരും. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി, ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ശുപാർശ നിൽക്കാൻ ഖുർആൻ കടന്നു വരികയാ. നാളെ പരലോകത്തൊരു വിഭാഗം ആളുകളോട് ലോകത്തിന്റെ സട്ടാവ് പറയുന്നുണ്ട്, ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയാ. നീ ഖുർആൻ ഇങ്ങനെ ഓതി അങ്ങ് കയറിപ്പോയിക്കോ. ഖുർആൻ ഇങ്ങനെ ഓതി ഓതി സ്വർഗത്തിന്റെ പടവുകൾ ഇങ്ങനെ ചവിട്ടി കയറിക്കോ. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയാ. ദുനിയാവിൽ നീ പാരായണം ചെയ്ത ഖുർആൻ അതുപോലെ നീ ഓതി അങ്ങ് കയറിപ്പോയിക്കോ. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ശ്രേഷ്ഠത അറിയാത്തവരല്ല ഈ ഇരിക്കുന്നവർ. എന്നാൽ കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഈ ദിവസം വരേക്കും വിശുദ്ധ ഖുർആനിന്റെ ഒരു 7 പാരായണം ചെയ്യാൻ നാം തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. ആലോചിക്കണം, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അധപ്പതിച്ച് കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തെ പ്രവാചകൻ കെട്ടിപ്പടുത്തിയത് വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഒട്ടകത്തെ മേച്ച് നടന്നിരുന്നൊരു സമുദായത്തോട് ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയുകയാ. അതിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയാ. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ അത്രയും മതപ്പതിച്ചൊരു സമുദായത്തെ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. ഏറ്റവും ഉത്തമ സമുദായം എന്നൊരു പദവിയിലേക്ക് അവരെ കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. പ്രവാചകന്റെ മാസ്മരിക ശക്തിയല്ല, പ്രവാചകന്റെ ശക്തിയല്ല, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് ഓതിക്കൊടുത്ത് അവരെ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വേറെടുത്ത് യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ നാം പഠിക്കണം. മഹാനായ ലബീദ് ഇബ്നു റബീഅയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ കവിയായിരുന്നു ലബീദ് ഇബ്നു റബീഅ. സൂറത്തുൽ കൗസർ അവതീർണമായപ്പോൾ കഅബയുടെ കില്ലയിൽ കൊണ്ടുപോയി സൂറത്തുൽ കൗസർ തൂക്കിയിടുകയാണ്. മീമില്ലാത്ത സൂറത്ത്, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ആ സൂറത്തിലൂടെ തന്നെ വലിയ 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 ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുന്ന ആ സൂറത്ത്
കഅബയുടെ കില്ലയിൽ കൊണ്ടുപോയി തൂക്കിയിടുകയാണ്. ഇത് കണ്ട് മുശ്രിക്കീങ്ങൾക്കിടയിൽ ചർച്ച വരുന്നു. ഇതിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ ഒരു പദ്യം, ഒരു ബൈത്ത് നമുക്കുണ്ടാക്കണമെന്ന് അവരുടെ ഇടയിൽ ചർച്ച വരികയാണ്. അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്നത് ലബീദ് ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമുദായത്തിലുണ്ട്, വലിയ കവിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അദ്ദേഹം വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തി, നടക്കാൻ സാധിക്കാത്ത അവസ്ഥയെ അദ്ദേഹത്തെ ചുമലിലേറ്റി കഅബയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ 3 ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ 2-3 തവണ പാരായണം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കണം, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കണം. എല്ലാരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഈ ആയത്തിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള ഒരു ആയത്ത്, ഒരു പദ്യം ലബീദ് ചൊല്ലുമെന്ന് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന കാഫിറുകളുടെ മുമ്പിലേക്ക്, മുശ്രിക്കുകളുടെ മുമ്പിലേക്ക് ലബീദ് അവിടെ നിന്ന് പാരായണം ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. ലബീദ് അവിടെ നിന്ന് പാരായണം ചെയ്യുകയാ. കവിതയുടെ ശകലം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. ഈ വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയ ലബീദിനുണ്ടല്ലോ, ഈ ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കുന്നത് വരേക്കും ആയുസ് നീട്ടി നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ലബീദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വിശുദ്ധ ഖുർആനിലെ കേവലം 3 ആയത്ത് പാരായണം ചെയ്തതിന്റെ പേരിലാണെങ്കിൽ എത്ര വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ജീവിതത്തിലൂടെ പാരായണം ചെയ്തവരാണ് നമ്മൾ. എന്തെങ്കിലും ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, വൻഫിഖ ഫിസ്സൂരി ഫസൈക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മാ ഷാ അല്ലാഹ് ثم نفخ فيه أخرى وإذا هم قيام ينظرون. രണ്ടാമതായി കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ റബ്ബിന്റെ മുമ്പിലേക്ക് ഈ പുൽവട്ടയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഞാനും നിങ്ങളും എത്തി നിൽക്കുമ്പോൾ, നമ്മുടെ ഖബർസ്ഥാനുകളിൽ നിന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ആളുകളുണ്ട്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ وقد كنت بصيرا. തീർന്നില്ല. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പ്രിയമുള്ളവരെ, സൂറത്തു താഹയിലൂടെ അല്പം ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുകയാണ്. നാളെ ചില ആളുകളുണ്ട് ദുനിയാവിൽ പ്രയാസത്തോടുകൂടെ പ്രയാസങ്ങളാ, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിലൂടെ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ. അവന് ജീവിതത്തിൽ വീട്ടിൽ പ്രയാസമാണ്, സാമ്പത്തികമായ പരാധീനതകളാ. റബ്ബ് പറയുന്നുണ്ട്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. റബ്ബിന്റെ ഉത്ബോധന തൊട്ട് നീ തിരിഞ്ഞു കളഞ്ഞാൽ, റബ്ബിന്റെ ഉത്ബോധനത്തെ തൊട്ട് നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, QHLSകളിൽ പോയി, ഖുർആൻ ക്ലാസുകളിൽ പോയി, വിജ്ഞാന വേദികളിൽ പോയി, ഖുതുബകളിൽ പോയി വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ കുറിച്ച് നീ അറിയുന്നുണ്ട്, ഖുർആനിന്റെ പാരായണത്തിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയുന്നുണ്ട്, നമസ്കരിക്കണമെന്ന് അറിയുന്നുണ്ട്, തഹജ്ജുദിന്റെ പ്രാധാന്യം അറിയാം, സുന്നത്തിന്റെ താല്പര്യം അറിയാം, പ്രാധാന്യം അറിയാം, സ്വലാത്ത് ജീവിതത്തിൽ ചെയ്യുന്നതിന്റെ പ്രാധാന്യം അറിയാം. എന്നിട്ടും ജീവിതത്തിൽ ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മഈശത്ത്, ഉപജീവനം റബ്ബ് കുടുസമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അന്ധനായി റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. അന്ധനായ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആലോചിക്കണം, ഇക്കാലം വരേക്കും ദുനിയാവിന്റെ സൗന്ദര്യമെല്ലാം നമുക്ക് കാണാൻ സാധിച്ചുവെങ്കിൽ, അന്ധത ബാധിച്ചുകൊണ്ട്
അന്ധത ബാധിച്ചുകൊണ്ട് ഖബർസ്ഥാനുകളിൽ നിന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കണ്ണുണ്ടാകുമോ എന്ന് ഞാനാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ണുണ്ടാകുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഖാല റബ്ബി ലിമ ഹസർതനീ അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, എന്തിനാണ് അന്ധനായി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? മഹ്ശർ മൈതാനിയിലേക്ക് എന്തിനാണ് നാഥ എന്നെ അന്ധനായി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, അവൻ പറയുകയാണ്, റബ്ബിനോട് ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ കണ്ടിരുന്നല്ലോ റബ്ബേ, അന്ധത എനിക്ക് ബാധിച്ചിരുന്നില്ല, എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്ധനായി വന്നെന്ന് റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അപ്രകാരം തന്നെയാണടോ, നിനക്ക് കൃത്യമായി കണ്ണു കാണാൻ സാധിക്കുമായിരുന്നു. അതത്ക ആയാതുനാ ഫനസീതഹാ. വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് ഇങ്ങനെ ഓതി കേൾക്കുമ്പോൾ ഇന്ന് ഇവിടെ വെച്ച് വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരല്ലേ? ഇന്ന് വീട്ടിൽ ചെന്ന് വിശുദ്ധ ഖുർആൻ ഓതാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടാനാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആലോചിക്കണം. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അന്ന് ഖുർആൻ കേട്ടത് നീ മനസ്സിലാക്കിയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു, ഒന്നും ജീവിതത്തിലില്ല. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ. ഇന്ന് ഞാനും ഇതാ നിന്നെ മറന്നിരിക്കുന്നു എന്ന് ലോകത്തിന്റെ സട്ടാവ് വിളിച്ചു പറയുമ്പോൾ ആലോചിച്ചു നോക്കി, അത്തരം അന്ധന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടേണ്ടി വരുന്നൊരു ദൗർഭാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഒരുപാടുണ്ടായിട്ടൊന്നും കാര്യമില്ല, ദുനിയാവിൽ ഒരുപാട് സന്തോഷം ലഭിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥാവിശേഷമാണെങ്കിൽ പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും കേവലം ഒരു മുസ്ലിമായി ജീവിച്ചു എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. ഒരു പണിയെടുക്കാതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുറച്ച് വിയർക്കേണ്ടി വരും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ച സ്വഹാബത്ത് പോയ സ്വർഗമാണ് നാമും ആഗ്രഹിക്കുന്നത് എങ്കിൽ കുറച്ച് പണിയെടുക്കണം. കുറച്ചതിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ പണിയെടുത്താലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണമല്ല. ചില കാര്യങ്ങളിൽ ഇസ്ലാം, ചില കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയാണെങ്കിൽ അത് ഇസ്ലാമല്ല. മരണ വീട്ടിലേക്ക് വരുമ്പോൾ ഇസ്ലാമികമായ വേഷം നമുക്കുണ്ട്. ഇസ്ലാമികമായ വേഷം നാം ധരിക്കുന്നുണ്ട്. ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ കൃത്യമായി മുഖവും കയ്യുമല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും കൃത്യമായി മറച്ചാണ് സ്ത്രീകൾ വരുന്നത്. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തി വെച്ചാണ് പുരുഷന്മാർ വരുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ നാം അണിയിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണ എത്രത്തോളം കൃത്യമാണെന്ന് നാം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചതാണ് ഒരു മനുഷ്യന്റെ വസ്ത്രധാരണ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഒരു സ്ത്രീയോട് അവളുടെ വസ്ത്രത്തിന്റെ വസ്ത്രധാരണ അവരുടെ തലയിലൂടെ ഇടുന്ന വസ്ത്രം മാറിടങ്ങളിലൂടെ താർത്തിയിടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ചില സ്ത്രീകളുണ്ട് നാളെ നരകത്തിന്റെ പരിമളം പോലും ലഭിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ദൂരം ഒരുപാട് കാലങ്ങളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ.
കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാത്ത ചില സ്ത്രീകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്നൊന്ന് ആലോചിക്കണേ. പ്രവാചകൻ പറയുകയാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ കുറിച്ചല്ല നാം ആലോചിക്കേണ്ടത്. എന്റെ വസ്ത്രധാരണ, എന്റെ വീട്ടിൽ നിന്ന് കുളിച്ചു മാറ്റി ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന എന്റെ പെൺകുട്ടിയുണ്ടല്ലോ, എന്റെ പൊന്നുമോനുണ്ടല്ലോ, അവന്റെ വസ്ത്രത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിൻ പ്രിയമുള്ളവരെ. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. വസ്ത്രമിടാത്ത വേശ്യകളായ സ്ത്രീകളെ കുറിച്ചല്ല പറഞ്ഞത്, വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്. പിന്നീട് അവരുടെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള വസ്ത്രമല്ല, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള വസ്ത്രമല്ല. ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് തുറന്ന് കാണിക്കുന്ന രൂപത്തിൽ, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് തുടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ്, ഇറുകിയ വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ആരെയാണ് നാം കാണിക്കുന്നത്? നമ്മുടെ സൗന്ദര്യം കാണിക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ, മറ്റുള്ളവരുടെ മുന്നിലല്ല, കോളേജുകളുടെ ആൺകുട്ടികളുടെ മുമ്പിലല്ല, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിലല്ല, അങ്ങാടികളിലല്ല, അന്യപുരുഷന്റെ മുന്നിലല്ല, സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ് നാം കാണിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രവാചകൻ പറയുന്നുണ്ട്, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയെ പോലെ അവരുടെ മുടി ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. ഒരുപാട് മുടിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ, അവളുടെ സൗന്ദര്യത്തെ പുറത്ത് കാണിക്കുന്നതിന് വേണ്ടി അവൾ ശരീരത്തിൽ അംഗലാവണ്യങ്ങൾ ചാർത്തിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ മറ്റു പുരുഷന്മാർ എന്നെ ആഗ്രഹിക്കണമെന്ന് വിചാരിച്ച്, മറ്റുള്ളവർ കണ്ടാൽ എന്നെ നോക്കണമെന്ന് വിചാരിച്ച് സമുദായത്തിലൂടെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയുണ്ടോ? പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സിനയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് പറഞ്ഞത്. സിന ചെയ്യരുതെന്ന്, വ്യഭിചരിക്കരുതെന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞതെങ്കിൽ വ്യഭിചാരത്തേക്ക് അടുക്കരുത്, അതിലേക്ക് വഴിയായി തീരുന്നൊരു കാര്യവും ജീവിതത്തിലൂടെ ചെയ്യരുത്. ഇസ്ലാം ഒരിക്കലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കണ്ണിൽ കണ്ണുമശിയിട്ട് കണ്ണിന്റെ പുരികം ഇങ്ങനെ വെട്ടിച്ചെറുതാക്കി തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി സമുദായത്തിലൂടെ ഇറങ്ങിത്തിരിക്കുന്ന സഹോദരിമാരെ ആലോചിക്കണം. ഞാൻ ജീവിതത്തിൽ മുഖവസ്ത്രം ധരിക്കുന്നവരായിരിക്കും, കൃത്യമായി മുഖമക്കനം ധരിക്കുന്നവരാ. എന്നാൽ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എന്റെ പൊന്നുമോൾ കൃത്യമായി വസ്ത്രം ധരിക്കാതെയാണ് പോകുന്നതെങ്കിൽ ആലോചിക്കുക. അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ലഭിക്കൂല എന്നല്ല പറഞ്ഞത്, അവൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കില്ല എന്ന് പ്രവാചകൻ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിക്കൊടുക്കുന്ന 10,000-ങ്ങളുടെ 1,000-ങ്ങളുടെ 5,000-ങ്ങളുടെ വസ്ത്രമുണ്ടല്ലോ, നരകത്തിലേക്കുള്ള ടിക്കറ്റാണോ ഞാൻ എടുത്തു വെക്കുന്നതെന്ന് ആലോചിക്കണം. ഞാൻ വാങ്ങിക്കൊടുത്ത വസ്ത്രം ധരിച്ചവർ നമ്മുടെ മുമ്പിലൂടെ നരകത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവരെ പോലെ ഹതഭാഗ്യവാനായ ഒരു ഉപ്പ ഉമ്മ ജീവിതത്തിലില്ല എന്ന് മനസ്സിലാക്കണം. ആർക്ക് വേണ്ടിയിട്ടാ ഒരുങ്ങുന്നത്? നാളെ മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടുന്ന ശരീരമല്ലേ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ടേ, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ആലോചിക്കണം, പുളിയരിച്ചു പോകേണ്ടുന്ന ശരീരമല്ലേ? പുഴുക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, ഇന്ന് മുകളിലേക്ക് വലിച്ച ശ്വാസം എനിക്ക് താഴേക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ വീടിന്റെ സെൻട്രൽ ഹാളിൽ ഇങ്ങനെ നീട്ടി നിവർത്തി കിടക്കും. ഞാൻ ജീവിതത്തിൽ ധരിച്ച വളയില്ല, മോതിരമില്ല, വസ്ത്രമില്ല, 10,000-ങ്ങളുടെ ബ്രാൻഡിന്റെ വസ്ത്രം എന്റെ ജീവിതത്തിലില്ല. എല്ലാം ഇങ്ങനെ അഴിച്ചു മാറ്റി ഒരു 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നീട്ടി നിവർത്തി കിടത്തും.
ആലോചിക്കണം, ആ ഒരവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ തൊട്ടടുത്ത ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ച് 6 അടി മണ്ണിലേക്കാണ് നിന്നെ ഇറക്കി വെക്കുന്നത്. ബെഡില്ല, അത്രയും കാലം നീ കിടന്ന ബെഡ് നിനക്കില്ല, ഒരു പുതപ്പില്ല, ഒന്നും തന്നെ ഇല്ലാതെ നിന്റെ കൂട്ടുകാരികൾ തിന്മയിലേക്ക് വിളിച്ചേച്ചു കൊണ്ടുപോയ നിന്റെ കൂട്ടുകാരികളില്ല, നീ വസ്ത്രം ധരിച്ചോ എന്ന് പറഞ്ഞ നിന്റെ ഭർത്താവില്ല. ആർക്ക് വേണ്ടിയാണ് നാം ഒരുങ്ങി നടക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നാം ഒരുങ്ങി നടക്കുന്നത്? എന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നവരെന്ന് പറയുന്നവരോട് ആലോചിക്കണം പ്രിയമുള്ളവരെ. നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി വക്കാലത്ത് പറയുമോ? എനിക്ക് വേണ്ടി റബ്ബിനോട് സംസാരിക്കുമോ? ഒരാൾക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഒരാൾക്കും ഒരാളെയും ഉപകരിക്കാത്തൊരു ദിവസം. മക്കളില്ല, ഭർത്താക്കളില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ സഹോദരന്മാരെ ആലോചിക്കുക. എന്റെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണയാണോ? ആരെ കാണിക്കാനാണ്? മക്കളുടെ കാര്യം നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം, ആലോചിക്കണം. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ മകൻ, എന്റെ മകൾ എന്റെ വീട്ടിൽ നിന്നാണ്, എന്റെ അധീനതയിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അവളുടെ വസ്ത്രം ശരിയായില്ല എങ്കിൽ, ചുണ്ട് ചുവപ്പിക്കുന്നവരാണെങ്കിൽ അവളുടെ മുഖത്ത് അവളുടെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന രൂപത്തിൽ എല്ലാ മേക്കപ്പും ചെയ്തതിന് ശേഷമാണ് സ്കൂളിലേക്കും ക്യാമ്പസുകളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിൽ ഗൗരവത്തോടുകൂടെ മാതാപിതാക്കളെ ആലോചിച്ചോളി. നാളെ പരലോകത്ത് റബ്ബ് നമ്മോട് ചോദിക്കും. ഒരിക്കലും ചെയ്യരുത്. തന്റെ ഭർത്താവിന്റെ മുമ്പിലാണ് ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം കാണിക്കേണ്ടത്, മറ്റുള്ളവരുടെ മുമ്പിലല്ല. വഹിയ സാനിയ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഒരേ രൂപത്തിലാണ്. പേരിനൊരു ഷാള് ചിലപ്പോൾ തോളിലൂടെ ഇട്ടിട്ടുണ്ടാകും, പർദ്ദ ധരിച്ചിട്ടുണ്ടാകും, ശരീരത്തിലേക്ക് ഇറുകിക്കിടക്കുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ പർദ്ദയും ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ ധരിച്ച് അതിനെ അഭായാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നവരെ ആലോചിക്കണം. സമുദായത്തിലെ ജനങ്ങളെ പറ്റിച്ചതുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ദുനിയാവിൽ പലരുടെയും മുമ്പിൽ നമുക്ക് കണ്ണിൽ പൊടിയിടാൻ സാധിക്കും. നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം നാം പറയേണ്ടി വരും. ആലോചിക്കുക. കേവലം ഒരു മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല. ഒരു മുസ്ലിം നാമം നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കയറാൻ സാധിക്കൂല. കൃത്യമായി ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വന്നു പോയ പാപങ്ങൾക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി. കാരണം ഏത് സമയത്ത് മരിച്ചു പോകുമെന്നറിയില്ല. ഒരു തിന്മ ചെയ്ത് അതിന് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതിന്റെ മുമ്പ് അടുത്തൊരു മഗ്രിബ് ആകട്ടെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചോദിക്ക എന്ന് വിചാരിച്ച ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. 2 കാല് വെച്ച് ഇങ്ങോട്ട് നടന്നു വരാൻ നമുക്ക് സാധിച്ചു. തിരികെ ഈ 2 കാല് വെച്ച് എന്റെ വീടിന്റെ മുറ്റത്തേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ ബെഡ്റൂമിലേക്ക് എനിക്ക് നടന്ന് തിരികെ ചെല്ലാൻ സാധിക്കുമോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്റെ ജീവിതം അത്രയും നൈമിഷികമായി. എത്ര ആളുകളാണ് മരിച്ചുപോയത്? നമുക്കറിയാം, ഈ 2-3 ദിവസം മുമ്പാണ് പാലക്കാട് ഒരു ആക്സിഡന്റ് ഉണ്ടായത്. സ്കൂളിലേക്ക് പോയ 3-4 കുട്ടികൾ പിന്നീട് വീട്ടിലേക്ക് കടന്നു വരുന്നവരുടെ മൃതദേഹങ്ങളാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് തേലക്കാട് ബസ് അപകടം നടന്നത്. എല്ലാം നമ്മുടെ പരിസര പ്രദേശങ്ങളിലാണ്. സ്കൂളിലേക്ക് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുന്ന വ്യക്തിയുടെ മൃതദേഹമാണ്, തന്റെ പൊന്നുമോന്റെ മൃതദേഹമാണ് നാളെ, ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ഹോസ്റ്റലുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഉമ്മക്കും ഉപ്പക്കും ചുംബനം നൽകി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന തന്റെ പൊന്നുമോന്റെ മൃതദേഹമായിരിക്കും അടുത്ത 2 ദിവസം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളത് എന്ന് നാം എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത്രയുള്ളൂ നമ്മുടെ ജീവിതം, അത്രയുള്ളൂ. ഏത് സമയത്തും ലോകത്തോട് വിട പറഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. മനുഷ്യന്റെ എല്ലാ സുഖങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന,
അമ്പരച്ചുംബികളായ കൊട്ടാര സമാനം പടുത്തുയർത്തിയ നമ്മുടെ ആശകളെയും അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം നിമിഷങ്ങൾ കൊണ്ട്, കണ്ണിമ വെട്ടുന്ന നിമിഷങ്ങൾ കൊണ്ട് തച്ചുടച്ച് കളയുന്ന, ഇല്ലായ്മ ചെയ്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നീ ഇടയ്ക്കിടെ ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? ദുനിയാവിൽ ഇതല്ല ശാശ്വതം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എത്തണമെന്നൊരു ബോധ്യമുണ്ടെങ്കിലേ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു 2 മിനിറ്റ് കിട്ടിയാൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുറക്കുന്നതിന് പകരം ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കണം. ഇസ്ലാമികമായി മുന്നേറാൻ നമുക്ക് സാധിക്കണം. നാളെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് അവിടെ എന്റെ നന്മ ഒരു സുബ്ഹാനല്ലാഹ് കാരണത്താൽ തിന്മയേക്കാൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി, ഒരു സുബ്ഹാനല്ലാഹ് നമുക്ക് ദുനിയാവിൽ വന്ന് ചൊല്ലാൻ നമുക്ക് അവസരം ലഭിക്കുമോ? ദുനിയാവിൽ വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരാമെന്ന് പറയാൻ നമുക്ക് അവസരം ലഭിക്കും? ഒരിക്കലുമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്തെ നാം ഉപയോഗപ്പെടുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകണം. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ച് വളരെ സൗമ്യമായി സ്നേഹത്തോടുകൂടെ ഉപദേശം കൊടുക്കുകയാണ്. മോനെ, നീ ഏത് രൂപത്തിലാണ് വളരേണ്ടത്? യാ ബുനയ്യ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എണ്ണി തന്റെ പൊന്നുമോനോട് പറയുകയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകൂൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചു നൽകുന്ന ഉപദേശമുണ്ട്. ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു അണുമണിത്തൂക്കം തിന്മയാണ് ജീവിതത്തിൽ നീ ചെയ്യുന്നത്. ഫതകൂൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. നീ അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും ആരും കാണുന്നില്ലെന്ന് കരുതി നീ വിചാരിച്ചത്, നീ നിന്റെ കൂട്ടുകാരിയോട് ചാറ്റ് ചെയ്യുന്നത് നിന്റെ ഉമ്മാക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നിന്റെ കൂട്ടുകാരനോട് ചാറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് നിന്റെ ഉപ്പക്കും ഉമ്മക്കും അറിയാൻ സാധിക്കില്ല. എന്ന നാളെ പരലോകത്ത് നിന്റെ ഉമ്മക്ക് മുമ്പിൽ നീ നല്ലവനാണെന്ന്, നല്ലവളാണെന്ന് വിചാരിക്കുന്ന നിന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. അല്ലാഹ് കൊണ്ടുവരിക തന്നെ ചെയ്യും. പലരിൽ നിന്നും മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കും. തന്റെ കിതാബ് ഇങ്ങനെ കിട്ടുമ്പോ മനുഷ്യനെ അന്തം വിട്ടു പോകും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. ആലോചിക്കണം, നാളെ പരലോകത്ത് തന്റെ ഏടുകൾ ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നിന്റെ ഗ്രന്ഥം നീ തന്നെ അങ്ങ് പാരായണം ചെയ്യുന്നു, വായിച്ചു നോക്കടോ. അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെറുതാണെന്ന് വിചാരിച്ച് ചെയ്ത തിന്മകളും ഇതിലുണ്ടല്ലോ. ഞാൻ മറ്റുള്ളവളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു നടന്നിട്ടുണ്ട്, ആരൊക്കെയോ കുറിച്ചില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ഗീബത്തും നമീമത്തും ജീവിതത്തിൽ ഏഷണി പരദൂഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെറുതാണെന്ന് വിചാരിച്ച് നിസാരമായി ഞാൻ കണക്കാക്കിയ തിന്മ പോലും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. എല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അവിടെ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ നരകത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് ആർക്കാണോ പ്രവേശനം ലഭിക്കുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ പ്രിയമുള്ളവരെ, ആ സ്വർഗ്ഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നരകത്തിൽ ചില ആളുകളുണ്ട്, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബിനോട് അട്ടഹസിക്കുകയാണ്, റബ്ബിനോട് അട്ടഹസിക്കുകയാണ്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ. അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ നാഥാ. മക്കളുടെ കൂടെ സല്ലപിക്കാനല്ല, ഭാര്യയുടെ കൂടെ സംസാരിക്കാനല്ല, ആർത്തുല്ലസിച്ച് നടക്കാനല്ല, കൂട്ടുകാരുടെ കൂടെ സഞ്ചരിക്കാനല്ല, പിന്നെ എന്തിനാ?
പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. എന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ടും ചെയ്യാതെ പോയിട്ടുണ്ട് റബ്ബേ. ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠത എനിക്കറിയാം, ജീവിതത്തിൽ ഞാൻ നിർവഹിച്ചിട്ടില്ല നാഥാ. തഹജ്ജുദിന്റെ പ്രാധാന്യം എനിക്കറിയാം, ഒരുപാട് തവണ എന്നോട് തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് പലയിടത്ത് നിന്നും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജീവിതത്തിൽ ഞാൻ നിർവഹിച്ചിട്ടില്ല റബ്ബേ. മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും കൃത്യമായി മറക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നോട് പലരും ഓതി തന്നിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒന്നും ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല നാഥാ. അതുകൊണ്ട് റബ്ബിർജിഊൻ, എന്റെ ജീവിതത്തിലേക്ക് മടക്കണമെന്ന് റബ്ബിനോട് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്ക് പിന്നീടൊരു മടക്കമില്ല, അവിടെ കത്തിയരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു ജീവിതമാകരുത്. അടുത്തൊരു നിമിഷം മുതൽ മാറണം, നമ്മൾ പൂർണ്ണമായും മാറണം. റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യഥാർത്ഥ വിശ്വാസിയായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ മുന്നിൽ നിർത്തപ്പെടുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയാക്കി നമ്മേവരെയും മാറ്റുമാറാകട്ടെ. മരിക്കുന്നത് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അജയ്യമായ ഈ ഒരു തൗഹീദ് ലോകത്ത് മരിക്കുന്നത് വരേക്കും പ്രബോധനം നടത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിലൂടെ സഞ്ചരിക്കാനുമുള്ള തൗഫീക്ക്